ഹലോ എവരി വൺ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് യൂട്യൂബിൻ്റെ പുതിയൊരു ഫീച്ചറിനെ പറ്റിയാണ്. അതിനായിട്ട് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഗൂഗിൾ ക്രോമിൽ കയറിയിട്ട് വെബ് ബ്രൗസറിനാണ് കാണിക്കാൻ പോകുന്നത്. നിങ്ങൾ മൊബൈൽ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ആൻഡ്രോയിഡ് ആപ്പിൽ യൂട്യൂബിൻ്റെ ആപ്പിൽ നിങ്ങൾക്ക് ഈ ഫീച്ചർ കിട്ടും. അതായത് എല്ലാവർക്കും ഈ ഫീച്ചർ വന്നു തുടങ്ങിയിട്ടുണ്ടോ സംശയമുണ്ട്. കുഴപ്പമില്ല, വരും ദിവസങ്ങളിൽ എല്ലാവർക്കും അതിൻ്റെ അപ്ഡേഷൻ വരുന്നതായിരിക്കും. പ്ലേ സ്റ്റോറിൽ പോയി അപ്ഡേറ്റ് ചെയ്താൽ മതി. ഞാനിപ്പോൾ നിങ്ങൾക്ക് എൻ്റെ സിസ്റ്റത്തിൽ കാണിച്ചു തരാം എങ്ങനെയാണെന്ന് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഗൂഗിൾ ക്രോമിൽ കയറുന്നു. യൂട്യൂബ് പേജ് കയറിയിട്ട് ഒരു വീഡിയോ സെലക്ട് ചെയ്യുന്നു. യൂട്യൂബ് ക്ലിപ്സാണ് അതിൻ്റെ ഫീച്ചറിൻ്റെ പേര്. ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ഇതാണ്. നിങ്ങളുടെ വീഡിയോസിൻ്റെ താഴെ ക്ലിപ്പ് എന്ന് പറഞ്ഞൊരു പുതിയ ഓപ്ഷൻ വന്നിട്ട് കാണും. അപ്പോൾ അതിനെപ്പറ്റിയാണ് പറയാൻ പോകുന്നത്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഫ്രണ്ട്സിന് അല്ലെങ്കിൽ റിലേറ്റീവ്സിന് ആർക്കാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണേണ്ട ഒരു വീഡിയോ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഒരു ഇഷ്ടപ്പെട്ട പോർഷൻ മാത്രം നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ആ പോർഷൻ മാത്രമായിട്ട് നിങ്ങൾക്ക് അവർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതായത് ഇപ്പോൾ ഇതൊരു 2 മിനിറ്റിൻ്റെ വീഡിയോയാണ്. ഇതിൻ്റെ അകത്ത് 1:50 അല്ലെങ്കിൽ 50 സെക്കൻഡ് മുതൽ 1 മിനിറ്റ് വരെയുള്ള പോർഷൻ മാത്രം അവർ കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ ആ പോർഷൻ മാത്രം നമുക്ക് സെലക്ട് ചെയ്ത് അവർക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും ഇതിൻ്റെ ലിങ്ക് വഴി. അപ്പോൾ അവർ ഈ വീഡിയോ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റ് 50ാമത്തെ സെക്കൻഡിലാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഒരു വീഡിയോ എടുക്കുക, അതിന് താഴെ ക്ലിപ്പ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇത് യൂട്യൂബ് ക്ലിപ്സിൻ്റെ ഒരു ചാനലാണ്. അതിൻ്റെ അകത്ത് ഈ ഫീച്ചറിനെ പറ്റി അവർ പറഞ്ഞിട്ടുണ്ട്. ക്ലിപ്സ് എന്നുള്ള ഫീച്ചർ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അതിനെ വരുന്ന ഒരു ടൈം ഫ്രെയിമിൻ്റെ ഒരു പോർഷനാണ്. ഇതാണ് ടൈം ഫ്രെയിം. ഇതിൻ്റെ അകത്ത് നമുക്ക് വേണ്ട ടൈം എവിടെ തൊട്ടാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാൻ വേണം, എഡിറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യമേ ഇതിനൊരു ടൈറ്റിൽ കൊടുക്കണം. ഒരു ടൈറ്റിൽ കൊടുത്തേക്കുക. ഞാനിവിടെ സാമ്പിളായിട്ട് വാച്ച് നൗ എന്നൊരു ടൈറ്റിൽ നെയിം ചുമ്മാ ഒരു റെഫറൻസിനായിട്ട് കൊടുക്കുന്നേ അവർക്ക് എന്താണെന്ന് അതിനെപ്പറ്റി ഐഡിയ എന്ന് വരാൻ വേണ്ടിയിട്ട്. ഇനി വാച്ച് നൗ അല്ലെന്നുണ്ടെങ്കിൽ എന്ത് വീഡിയോ എന്നവർക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട പേര് കൊടുക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ യൂട്യൂബ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. യൂട്യൂബ് അപ്ഡേറ്റ്. അപ്പോൾ അവർക്ക് മനസ്സിലാവും യൂട്യൂബ് അപ്ഡേറ്റിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഷെയർ ചെയ്യുന്ന കിട്ടുന്ന ആൾക്ക് മനസ്സിലാവും. ഇപ്പോൾ യൂട്യൂബ് അപ്ഡേറ്റ് നിന്ന് ഞാൻ ആ ലിങ്കിന് പേര് കൊടുത്തു, ഒരു ടൈറ്റിൽ നെയിം കൊടുക്കുന്നു. എന്നിട്ട് നമുക്ക് ഷെയർ ചെയ്യേണ്ട അവർ കാണേണ്ട ആ പോർഷൻ ടൈം ഫ്രെയിമിൻ്റെ അവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ടൈം ഫ്രെയിമിൻ്റെ അവിടെ കറക്റ്റ് ടൈം നമുക്ക് മാനുവലായിട്ട് ഇൻപുട്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ തൊട്ട് കാണണമെങ്കിൽ 49 സെക്കൻഡ്, 49 ഇവിടെ 59 എന്നുള്ളത് 49 ആക്കുക. എവിടെ വരെ അവിടെ കാണേണ്ടതെന്ന് വെച്ചാൽ 1 മിനിറ്റ് 14 സെക്കൻഡ് അങ്ങനെ കൊടുക്കുക. അത് കഴിഞ്ഞ് ഷെയർ ക്ലിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ലിങ്ക് അവർക്ക് ഫോർവേഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഫുൾ വീഡിയോ കാണേണ്ട ആവശ്യമില്ല. അതിന് പകരം നമ്മൾ സെലക്ട് ചെയ്ത പോർഷൻ മാത്രം അവർക്ക് കാണാൻ സാധിക്കും. വേണമെങ്കിൽ ഫുള്ള് കാണാം. പക്ഷേ അവർ ക്ലിക്ക് ചെയ്യുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ സെലക്ട് ചെയ്ത സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിരിക്കും ആദ്യമേ അവർക്ക് വിസിബിൾ ആവുന്നത്. അപ്പോൾ 1 മണിക്കൂറിൻ്റെ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് അതിൻ്റെ ഇടയ്ക്കത്തെ ഒരു പോർഷൻ മാത്രം നമ്മൾ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നുള്ളൂ എങ്കിൽ അവർക്ക് 5 മിനിറ്റ് പോർഷൻ മാത്രം നമുക്ക് സെലക്ട് ചെയ്ത് ഫോർവേഡ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നമുക്ക് ലിങ്ക് വന്നിട്ടുണ്ട്, കോപ്പി കൊടുത്ത് വേണം ഷെയർ ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ സ്ട്രേറ്റ് വാട്സാപ്പിലേക്ക് നമുക്ക് ഫോർവേഡ് ചെയ്യാം. അല്ലെങ്കിൽ ഏത് സോഷ്യൽ മീഡിയ ആണെങ്കിലും നമുക്ക് ഇതുവരെ ഡയറക്റ്റായിട്ട് അവർക്ക് ഫോർവേഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിലേക്ക് നമ്മൾ ഷെയർ ചെയ്യുന്നു. ദെൻ അവർക്കത് അവിടെ ചാറ്റിൽ നമ്മൾ കൊടുക്കുന്നു. അവർ ചാറ്റിനകത്ത് അവർ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ് യൂട്യൂബിലേക്ക് കയറുന്നു. ദെൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ യൂട്യൂബിൻ്റെ നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് കൊടുത്ത പോർഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ അതാണ് പുതിയൊരു യൂട്യൂബിൻ്റെ ഫീച്ചർ, യൂട്യൂബ് ക്ലിപ്സ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഫീച്ചർ. ഇത് ഇങ്ങനെയാണ്. ഒരു സിസ്റ്ററിൻ്റെ ഷേപ്പ് കണ്ടിട്ട് ഒരു ഐക്കണും ക്ലിപ്പ് എന്നുള്ള പേരും കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഈ ഫീച്ചർ ഉടനെ വരുന്നതായിരിക്കും. അപ്പം ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ പോയി അപ്ഡേറ്റ് ചെയ്ത് നോക്കിയാൽ മാത്രം മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.